തിരുവനന്തപുരം വിതുരയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട കുടുംബത്തെ തിരികെ വീട്ടിൽ കയറ്റി ഡിവൈഎഫ്ഐ സിപിഐഎം പ്രവർത്തകർ. കൊപ്പം സ്വദേശി സന്ദീപിനെയും കുടുംബത്തെയുമാണ് ജപ്തി ലംഘിച്ച പൂട്ട് തകർത്ത് വീടിനകത്ത് പ്രവേശിപ്പിച്ചത്. ചോളമണ്ഡലം ഫിനാൻസ് കമ്പനിയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ക്യാൻസർ രോഗിയായ 10 വയസ്സുകാരനടങ്ങുന്ന കുടുംബത്തെ തെരുവിലേക്ക് ഇറക്കിവിട്ടത്. സന്ദീപും ഭാര്യയും 2 മക്കളും അമ്മയും അച്ഛനുമടങ്ങുന്ന കുടുംബമാണ് ജപ്തി നടപടിയോടെ പെരുവഴിയിലായത്. 10 വയസ്സുള്ള മകൻ 1 വർഷമായി RCCയിൽ ക്യാൻസർ ചികിത്സയിലാണ്. ഇതുപോലും കണക്കിലെടുക്കാതെയായിരുന്നു ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ ക്രൂരമായ നടപടി. ബിസിനസ്സാണ്, കട ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കോവിഡ് സമയത്തുള്ള മാന്ദ്യത ഉണ്ടായിരുന്നു. അതിനുശേഷം ലോൺ എടുത്ത് കുറച്ച് നാൾ അടച്ചു വന്നു. പിന്നെ ബിസിനസ് നല്ല ഡൗൺ ആയപ്പോൾ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുവിധം മെയിൻ ചെയ്ത് വന്ന സമയത്താണ് കുഞ്ഞിനിങ്ങനെ RCCയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ 1 വർഷത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചിനെ ചികിത്സിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ബാങ്ക് തന്ന ഡാറ്റയിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് പൈസ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് സമയം കൂടെ ചോദിച്ചിട്ട് എനിക്ക് അവർക്ക് തരാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇറങ്ങി. അതേസമയം ജപ്തി നടപടിക്ക് പിന്നാലെ കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നതോടെ CPIM DYFI പ്രവർത്തകർ വിഷയത്തിൽ ഇടപെട്ടു. ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റി. വായ്പാ കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യത്വവുമില്ലാതെ രോഗിയായ മകനെയും കൊണ്ട് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ വല്ലാതെ ദുഃഖകരമായ സത്യമാണ്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണെങ്കിൽ പോലും മനുഷ്യനായി കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാത്തതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഉദാഹരണമെന്ന് കാണാൻ വേണ്ടി പറ്റണം. വീട് വിറ്റ് കടം വീട്ടാനായിരുന്നു കുടുംബത്തിന്റെ പദ്ധതി. എന്നാൽ ഇതിന് കഴിയാതെ വന്നതാണ് പ്രതിസന്ധിയായത്. 6 മാസം കാലാവധി കിട്ടിയാൽ കടം വീട്ടാൻ കഴിയുമെന്നാണ് സന്ദീപിന്റെ ആത്മവിശ്വാസം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.